हरे कृष्णा। जयो राधा माधवा, जयो कुंज बिहारी, जयो राधा। जय गोपी जनवल्लभा, जय गिरिवरधारी, जय गिरिवरधारी, जय। जयो यशोदानंदना, जयो व्रजनरंजना, जयो जयो यमुनतीरवनचारी, जयो कुंज बिहारी, जयो। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे। जयो राधा नील माधव, राधा नील माधव राधे, जयो जयो जगन्नाथ, जयो जगन्नाथ, बालादेवा जयो सुभद्रामयी, जयो जयो कृष्ण बालाराम, जयो कृष्ण बालाराम, कृष्ण बालाराम जयो कृष्ण बालाराम, जयो जयो गौरानिताय, जयो गौरानिताय, गौरानिताय जयो गौरानिताय, जयो जय जय प्रभुपाद, प्रभुपाद, प्रभुपाद जय जय प्रभुपाद।
जय जय गुरुदेव 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 जय जय गुरुदेव जय जय। हरिनाम संकीर्तन महायज्ञ की, हरे कृष्णा महामंत्र युग धर्म की, श्रीमद् भागवतम भगवद गीता पठन यज्ञ की, श्रीला प्रभुपाद की, श्रील गुरुदेव की, गौर प्रमानदे। हरि हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്നത്തെ ശ്രീമദ് ഭാഗവത്ഗീത ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ റെഗുലറായിട്ട് ഞായറാഴ്ച തോറും നടത്തി വരുന്ന ക്ലാസ്സിൽ കഴിഞ്ഞ 4 ആഴ്ച അല്ലേ, പല കാരണങ്ങളാൽ നമുക്ക് മിസ്സായിപ്പോയി, ശരിയല്ലേ? വീണ്ടും നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മളിപ്പോൾ റെഗുലറായിട്ട് ഇവിടെ ക്ലാസ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിൽ 1-ാം അധ്യായം 1-ാമത്തെ ശ്ലോകം മുതൽ തുടങ്ങി ഇന്ന് എത്രാമത്തെ ശ്ലോകമാണ് എന്ന് പറയും? പറയും. എത്രത്തോളം ശ്രദ്ധയുണ്ടെന്ന് മനസ്സിലാക്കട്ടെ. ഒരാൾക്ക് 21, മറ്റൊരാൾക്ക് എത്രയാണ്? ഇന്ന് എത്രാമത്തെ ശ്ലോകമാണ്? 23. അപ്പൊ ശ്രദ്ധയില്ല, അറിയാമോ? അറിയില്ല. ഇന്ന് 24-ാമത്തെ ശ്ലോകം. കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ 23 ശ്ലോകം വരെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് 24-ആണ് കേട്ടോ. 23 വന്നു അല്ല, 23 വരെയാണ് എടുത്തത്. ഇനി അടുത്ത 24-ആണ്. സാർ, ഇറ്റ്സ് ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഭഗവത്ഗീത 1-ാം അധ്യായം 24-ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശോ ഏവമുക്തോ ഋഷികേശോ ഗൂഢകേശേന ഭാരത ഗൂഢകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമാ സ്ഥാപയിത്വാ രഥോത്തമാ ഏവമുക്തോ ഋഷികേശോ ഏവമുക്തോ ഋഷികേശോ ഗൂഢകേശേന ഭാരത ഗൂഢകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമാ സ്ഥാപയിത്വാ രഥോത്തമാ. സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശോ ഗൂഢകേശേന ഭാരത
सेनयोरुभयोर्मध्ये स्थापयित्वा रथोत्तमा सञ्जय उवाच एवमुक्तो ऋषिकेशो गूढकेशेन भारत सेनयोरुभयोर्मध्ये स्थापयित्वा रथोत्तमा വെരി ഗുഡ്. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, ഭാരതവംശജ, ഏവം ഇപ്രകാരം ഗൂഢകേശേന അർജുനനാൽ ഉക്താഹ പറയപ്പെട്ട ഋഷികേശ കൃഷ്ണ ഭഗവാൻ ഉഭയോഹസേനയോ രണ്ട് സൈന്യങ്ങളുടെ മധ്യേ നടുവിൽ രഥോത്തമം ശ്രേഷ്ഠമായ തേര് സ്ഥാപിച്ചിട്ട്. അതിന്റെ വിവർത്തനം ഇതാണ്, ദയവായി ഭക്തമാരേറ്റി പറയുക. സഞ്ജയൻ പറഞ്ഞു, ഹേ ഭാരതപുത്ര, അർജുനന്റെ വാക്കു കേട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി. ഭാവാർത്ഥം എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ വായിക്കാം, ഭക്തജനങ്ങൾ കേൾക്കുക. ഇവിടെ അർജുനനെ ഗൂഢകേശൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗൂഢകമെന്നാൽ നിദ്ര, നിദ്രയെ ജയിക്കുന്നവൻ ഗൂഢകേശൻ. നിദ്ര അജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. കൃഷ്ണനുമായുള്ള സൗഹാർദ്ദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു. പരമഭക്തനാകയാൽ നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് കൃഷ്ണനെ മറക്കാൻ ആവില്ല. ഭക്തന്റെ സ്വഭാവം ആണിത്. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ അയാൾക്ക് കൃഷ്ണന്റെ നാമം, രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെ പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അപ്രകാരം ഒരു കൃഷ്ണഭക്തനെ കൃഷ്ണനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ നിദ്രയെയും അജ്ഞാനത്തെയും ജയിക്കാം. ഇതിന് കൃഷ്ണാവബോധം അഥവാ സമാധി എന്ന് പറയും. സൈന്യങ്ങളുടെ നടുവിൽ രഥം നിർത്തുന്നത് കൊണ്ട് അർജുനൻ ഉദ്ദേശിച്ചത് എന്ത് എന്ന് ഏതൊരു ജീവന്റെയും ബുദ്ധി ഇന്ദ്രിയങ്ങളെ നയിക്കുന്ന ഋഷികേശനായ കൃഷ്ണനെ അറിയാമായിരുന്നു. രഥം നിർത്തിയ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. അത് എങ്ങനെ എന്ന് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ അടുത്ത ആഴ്ച ചർച്ച ചെയ്യും. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീ ഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഗഗണ രഘുനാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹന ലളിതാ ശ്രീ വിശാഹാനിതാം ച. ഹേ കൃഷ്ണാകരണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനി ഗൗർദിശി നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോബ്രാഹ്മണ ഹിതായ ച ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചകൽപിതരൂപേച്ഛ കൃപാ സിന്ധുഭേവ ച പദാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ബോധലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി ഇതി നാമിനി
നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ വിശുദ്ധായ കൃഷ്ണപക്ഷായ ശ്രീമതി മഹാവിഷ്ണു സ്വാമി നാമിനെ നമാമി മുദന്ന ചരണാരവിന്ദേ ശ്രീ ഭാഗവത പദസ്മേത സേ പ്രചാരണേ ലോകതാത്മേ ശ്രീല മഹാവിഷ്ണു സ്വാമി നാമി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഭഗവാന്റെ കൃപയാൽ വീണ്ടും ഒരു സത്സംഗത്തിന് ഇതേ വേദിയിൽ നമുക്ക് അവസരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഭഗവത്ഗീത ക്ലാസ് റെഗുലറായിട്ട് നടക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ശരി, ഒരു മാസം ഇല്ലാതിരുന്നു ഇല്ലേ? അതിൽ കുറച്ച് ദുഃഖമുള്ളവർ ഉണ്ടോ ഇതിനകത്ത്? കൈവയ്ക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, നമ്മൾ പക്ഷെ 1-ാം അധ്യായത്തിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അല്ലെ 18 അധ്യായങ്ങളുണ്ട്. അപ്പോ ഇത് കംപ്ലീറ്റ് തീർക്കണമെങ്കിൽ നമ്മൾ ആഴ്ചയ്ക്ക് ഒരു ദിവസത്തെ ക്ലാസ് എങ്കിലും മിനിമം ഇത് നടന്നു പോകണം. ഒരു വർഷത്തിൽ 54 ക്ലാസ്സേ കിട്ടത്തുള്ളൂ, 54 ആഴ്ചകളാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 9 വർഷം കൊണ്ട് ഇത് തീർക്കാൻ പറ്റും. 700 ശ്ലോകമുണ്ട്. അതുകൊണ്ട് മിസ്സാക്കാതെ എടുക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടട്ടെ. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ആണ് ഇത് റെഗുലർ ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതിന്റെ തെളിവ്. ആള് നമുക്ക് കൂട്ടണ്ടേ? അടുത്ത ആഴ്ച അല്ലേ ഒരു വലിയ വേദി നമ്മൾ പ്രതീക്ഷിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് വരാം. ഇന്നത്തെ ശ്ലോകത്തിൽ ഭഗവാനല്ല സഞ്ജയൻ പറയുന്നതാണ് ശ്ലോകം. സഞ്ജയൻ എന്താണ് പറഞ്ഞത്? സഞ്ജയൻ പറഞ്ഞു, ഹേ ഭാരതപുത്ര. ആരാണ് ഭാരതപുത്രൻ? ധൃതരാഷ്ട്രനെയാണ് വിളിക്കുന്നത്. ഹേ ഭാരതപുത്ര. അർജുനനല്ലല്ലോ, സഞ്ജയനല്ലേ പറയുന്നത്. ഹേ ഭാരതപുത്ര, അർജുനന്റെ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ ശ്രേഷ്ഠമായ രഥത്തെ ഇരു സൈന്യങ്ങൾക്ക് നടുവിൽ കൊണ്ടു നിർത്തി എന്ന് ആരോട് പറയുന്നു? സഞ്ജയൻ പറഞ്ഞു. ആരോട് പറയുന്നു? ഭാരതപുത്രൻ. ഭാരതപുത്രൻ എന്ന് പറയുമ്പോൾ ധൃതരാഷ്ട്രനോട് പറയും. ക്ലിയർ? അർജുനന്റെ വാക്ക് കേട്ടിട്ട് കൃഷ്ണൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങളുടെ നടുവിൽ കൊണ്ടാണ് നിർത്തി. ഇനിയാണ് ഭഗവത്ഗീത ഉപദേശിക്കാൻ പോകുന്നത്. അപ്പൊ അതിനർത്ഥം ഇരു സൈന്യങ്ങൾക്ക് നടുവില് ഭഗവത്ഗീത ഉപദേശിക്കുന്നത് കൊണ്ട് ഭഗവത്ഗീത ജ്ഞാനം ആർക്ക് മാത്രമുള്ളതല്ല, ഏതെങ്കിലും ഒരു പക്ഷത്തിന് ഉള്ളത് മാത്രമല്ല. ഭഗവത്ഗീത ജ്ഞാനം ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ട അർഹതപ്പെട്ടത്. ഭക്തിയുക്ത ഭഗവത് സേവനം അസുരന്മാർക്ക് ദേവന്മാർക്ക് എല്ലാം ഒരുപോലെ അവകാശപ്പെട്ടത്. എല്ലാ സമസ്ത ജീവജാലങ്ങൾക്കും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാം. അതിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല, ആർക്കും ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല. എല്ലാവരുടെയും അവകാശമാണ് ഭക്തിയുക്ത ഭഗവത് സേവനം. അതേപോലെ ഭഗവത്ഗീത ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും. അതുകൊണ്ടാണ് ഭഗവാന്റെ ഇച്ഛപ്രകാരം ഇരു സൈന്യങ്ങൾക്ക് നടുവിൽ രഥം പോവുകയാണ്. ഈ രഥത്തിനെ വിളിച്ചിരിക്കുന്നത് ശ്രേഷ്ഠമായ രഥമാണ്. എന്താ ശ്രേഷ്ഠം? എന്തുകൊണ്ടാണ് ആ രഥം ഇത്ര ശ്രേഷ്ഠമായത്? ആ രഥം ആര് സമ്മാനിച്ചു? പറയൂ. ഈ അർജുനനെ യുദ്ധത്തിൽ ഇപ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഈ രഥത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് തേരാളി എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. എന്നാൽ ആ രഥം അർജുനൻ ആരാണ് സംഭാവന ചെയ്തത്? പറയൂ. അറിയാമോ? അഗ്നിദേവൻ വരുണദേവനോട് റെക്കമെൻഡ് ചെയ്ത് അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, അർജുനന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ഈ രഥം. അതുപോലെ ഒരു ഗാണ്ഡീവം കിട്ടി. ഏത് സിറ്റുവേഷനിലാണ് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഗാണ്ഡവ വനം എന്ന് പറഞ്ഞൊരു വനമുണ്ടായി. ആ വനത്തിന് അഗ്നിദേവനെ ഭക്ഷിക്കാൻ വേണ്ടി സപ്പോർട്ട് ആര് ചെയ്തു കൊടുത്തു? കൃഷ്ണനും അർജുനനും സപ്പോർട്ട് ചെയ്തു. അപ്പോ അതിന് കാരണം അഗ്നിദേവന് ഒരു എന്താ ആഹാരം കഴിച്ചിട്ട് ദഹിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് നല്ല ആഹാരം കഴിച്ചാലേ ആ ദഹിക്കാത്ത അവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഭക്ഷിക്കാൻ വേണ്ടി നല്ലൊരു ആഹാരം വേണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആവശ്യപ്പെട്ടു, ഈ ഗാണ്ഡീവനം ഞാൻ കഴിച്ചു കൊള്ളട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അർജുനൻ പറഞ്ഞു ഇച്ച കഴിച്ചോളുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കഴിച്ചു തുടങ്ങുമ്പോൾ ഇതിനെ തടസ്സം നീക്കാൻ ഇന്ദ്രദേവൻ തന്നെ ചിലപ്പോൾ വന്നു കളയും. അതുകൊണ്ട് വെള്ളം മഴയൊക്കെ പെയ്യിപ്പിച്ച് അതിനെ നശിപ്പിച്ചു കളയും. അപ്പൊ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മൊത്തത്തിൽ ഇതിനെ വീങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ അർജുനൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കും, മഴ പെയ്യാതെ
നല്ല രീതിയിൽ ഈ ആളിക്കത്തുന്ന ഈ തീയിലിരുന്ന് സംരക്ഷിച്ചുകൊള്ളാം ഈ വനത്തിന്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ അതിനെ കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അർജുനൻ കാവൽ നിന്നത് കൊണ്ട് മാത്രം ആർക്കതിനെ തടസ്സം നിൽക്കാൻ പറ്റിയില്ല? ഇന്ദ്രദേവന് തടസ്സം നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഗാണ്ഡവ വനം മുഴുവനും ആര് കഴിച്ചു? അഗ്നിദേവൻ കഴിച്ചു. അങ്ങനെ ഈ ഗാണ്ഡവ വനം കഴിക്കുന്നതിന്റെ കൂടെ അവിടെ ഒരു തക്ഷകൻ എന്നുള്ള പാമ്പുണ്ടായിരുന്നു. അത് ഇന്ദ്രന്റെ കൃപ കൊണ്ട് അത് രക്ഷപ്പെട്ടു. മനസ്സിലായി? ആ തക്ഷകനാണ് പിന്നെ ആരെ കടിക്കുന്നത്? അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത് മഹാരാജാവിനെ കടിക്കുന്നത് ഈ ഈ തക്ഷകൻ എന്നുള്ള പാമ്പാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവർക്കൊരു റിവഞ്ച് ഉണ്ട്. അപ്പൊ ഈ ഗാണ്ഡ്യ വനത്തില് ഈ തക്ഷകനെ അടക്കം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് തക്ഷകൻ മാത്രം രക്ഷപ്പെട്ടു. ബാക്കി അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാം മരണപ്പെട്ടു ഈ സിറ്റുവേഷനിൽ. അപ്പോ നല്ല രീതിയിൽ ഇദ്ദേഹത്തിന്റെ ദുർമേധസ്, അഗ്നിദേവന്റെ ദുർമേധസ് മാറ്റിക്കൊടുത്ത അർജുനന് നല്ലൊരു വരം ആവശ്യപ്പെടാൻ അഗ്നിദേവൻ പറയുകയുണ്ടായി. അപ്പൊ അതില് അർജുനന്റെ ഈ സേവനത്തിന് പ്രീതി കൊണ്ടാണ് അഗ്നിദേവൻ വരുണദേവനോട് റെക്കമെൻഡ് ചെയ്ത് നല്ലൊരു ധനുസ് ഗാണ്ഡീവം എന്നുള്ള ധനുസും ഈ ഗാണ്ഡീവത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ആവനായിൽ അമ്പൊരിക്കലും ഒഴിയത്തില്ല. എപ്പോഴും അതിന് അക്ഷയപാത്രം പോലെ എത്ര അമ്പെടുത്താലും വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ധനുഷിന്റെ പേരെന്ന് പറഞ്ഞു? ഗാണ്ഡീവം എന്നുള്ള ധനുസും ഈ മനോഹരമായ ഈ രഥവും കൊടുത്തു. ഈ രഥത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റി ഉള്ള ഒരു രഥമായിരുന്നു. അതില് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരുന്നതോടുകൂടി അതിന്റെ ശക്തി വീണ്ടും വർദ്ധിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹനുമാൻ കൊടിയടയാളമുള്ള പേരും കൂടിയായിരുന്നു. ഹനുമാൻ കൊടിയടയാളത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഗാണ്ഡീവ ധനുസും ഈ രഥത്തിൽ ഉത്തമമായ ഈ രഥവും, ശ്രേഷ്ഠമായ രഥം എന്ന് പറയുന്നത് അഗ്നിദേവൻ തന്ന രഥമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അതിന് ശ്രേഷ്ഠത കൂടുതൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ രഥത്തെ ഇരു സൈന്യങ്ങളുടെ നടയിൽ കൊണ്ട് നിർത്താൻ വേണ്ടി ആരോട് ആവശ്യപ്പെട്ടു? അർജുനൻ തേരാളിയോട് ആവശ്യപ്പെട്ടു. അടുത്ത ശ്ലോകത്തില് അത് ശിരസ വഹിച്ച് ഭഗവാൻ അതങ്ങനെ ആ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇന്നത്തെ ശ്ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകൾ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്. ഒന്ന്, അർജുനന്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗൂഢകേശൻ എന്നാണ്. വ്യത്യസ്ത നാമങ്ങൾ ഉണ്ട് ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാർ. അവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വട്ടപ്പേര് കിട്ടുന്നത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും പണ്ട് സ്കൂളിൽ വട്ടപ്പേരില്ലേ? ഇപ്പൊ ഉണ്ടോ വട്ടപ്പേര്? ഇപ്പോഴുണ്ട്. അപ്പൊ ആ വട്ടപ്പേര് കിട്ടുന്നത് നമ്മുടെ സ്വഭാവം. കഞ്ച പിശുക്കൻ എന്നുള്ള പേര് എന്റെ അർത്ഥം എന്താണ്? പണം ലുപ്തിച്ച് ചെലവാക്കുന്ന ആളാണ് കഞ്ച പിശുക്കൻ, അല്ലെ? എന്നതുപോലെ നമ്മുടെ പ്രവർത്തന മണ്ഡല. അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇവിടെ വിളിച്ചിരിക്കുന്നത് ഋഷികേശൻ എന്നാണ്. അർജുനനെ ഇവിടെ വിളിച്ചിരിക്കുന്നത് ഗൂഢകേശൻ എന്നാണ്. ഈ 2 വാക്കുകളുടെ അർത്ഥം ഇതെന്നും. ഒന്ന്, ഗൂഢകേശൻ. അർജുനന്റെ പേരാണ് ഗൂഢകേശൻ. ഇതിന്റെ പർപ്പട്ടില് ശ്രീലപ്രഭുപാദർ പറഞ്ഞിരിക്കുന്നു, അർജുനനെ ഗൂഢകേശൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലൈൻ ഒന്ന് വായിക്കൂ. ഗൂഢകം എന്നാൽ അതാണ് വായിച്ചേ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വായിക്കൂ. ഭാവാർത്ഥത്തില് ആദ്യം മുതൽ വായിക്കൂ. ഇവിടെ അർജുനനെ എന്നുള്ളത്. അതെ, മതി. മനസ്സിലായോ? അതായത് നിദ്രയെ ജയിച്ചവനെ എന്നാണ് ഗൂഢകേശൻ എന്നുള്ള വാക്കിന്റെ ഒരർത്ഥം. നിദ്രയെ ജയിച്ചവനെ എന്നുള്ളതാണ് ഗൂഢകേശൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഐശ്വര്യ ഇവിടെ കേൾക്കുന്നുണ്ടോ? നിദ്രയെ ജയിച്ചവനെ എന്നുള്ളതാണ് ഗൂഢകേശൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ഭഗവാനെ നിദ്രയെ അർജുനനെ എങ്ങനെ ജയിക്കാൻ കഴിഞ്ഞു എന്നാണ് അടുത്ത ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്തത സഹചര്യാവുകയും ഭഗവാന്റെ ലീലകൾ, ഗുണങ്ങൾ, രൂപം, നാമം ഇവയെക്കുറിച്ചുള്ള നിരന്തര സ്മരണ നടത്തുന്നത് കൊണ്ട് അർജുനനെ നിദ്രയെ ജയിക്കാൻ കഴിയും, അജ്ഞാനത്തെ കഴിയും. അതാണ് ഗൂഢകേശനുള്ള വാക്യം. ഓക്കെ, ഭഗവാനെ മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ എന്തിനെ ജയിക്കാൻ പറ്റൂ? നിദ്ര ജയിക്കാം. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പും ഉറങ്ങും പോലെ ഉറങ്ങും. എന്നാലും ഭക്തി പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ പോലും അറിയാതെ കുറച്ചൊക്കെ
നിദ്ര ജയിക്കാൻ നിങ്ങൾക്ക് ശക്തി കിട്ടും. ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട്, മംഗളാരതി എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. 4:30-ക്കാണ് ഭഗവാന്റെ ആരതി. അപ്പൊ ഞങ്ങളുടെ ഗുരുനാഥനും ഗുരു പരമ്പരയും പറഞ്ഞിരിക്കുന്നത് എന്നും ഭക്തന്മാര് ഈ 4:30 മണിക്കുള്ള ഈ ആരതി അറ്റൻഡ് ചെയ്യണം. തുടക്കത്തിലൊക്കെ നമുക്ക് വലിയ പാടായി. എന്നാൽ ഭക്തിയിൽ കുറച്ച് ദിവസം നാമം ജപിച്ചൊക്കെ വരുമ്പോൾ നാമം ജപിക്കണമെങ്കിൽ നമുക്ക് സമയം കിട്ടണം. അപ്പൊ സാധാരണ ഇരിക്കുമ്പോൾ ലയിച്ചാൽ സമയം കിട്ടത്തില്ല. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നാമം ജപിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും എപ്പോൾ ജയിക്കും? സാധാരണ ജയിക്കുന്നതിനേക്കാൾ അരമണിക്കൂർ നേരത്തെ ജയിച്ച് തുടങ്ങിയാലേ അവർക്ക് നാമജപം അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അവരുടെ ലൈഫിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഗൂഢകേശനാവുക. മനസ്സിലായി? ഭഗവാനായിട്ടുള്ള സമ്പർക്കം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം ചെയ്യേണ്ടത് ഗൂഢകേശനാവും, നിദ്രയെ ജയിക്കുക എന്നാണ്. നാമം ജപിക്കുന്ന വ്യക്തിക്ക് പതുക്കെ പതുക്കെ നിദ്രയെ ജയിക്കാൻ കഴിയും, അല്ലെങ്കിൽ കഴിയണം. മനസ്സിലായോ? അപ്പൊ ഗൂഢകേശനാവാൻ ആകെ ചെയ്യേണ്ടത് ഭഗവാന്റെ രൂപം അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. നോക്കിയേ, അതാണ്. അതായത് ഭക്തന്റെ സ്വഭാവമാണിത്. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ അയാൾക്ക് കൃഷ്ണന്റെ നാമം, രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെ പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അപ്രകാരം ഒരു കൃഷ്ണഭക്തനെ കൃഷ്ണനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ നിദ്രയെയും അജ്ഞാനത്തെയും ജയിക്കാം. നിദ്രയും അജ്ഞാനവും ഒരേപോലെ എന്നാണ് പറയുന്നത്. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് എത്ര അറിവുണ്ടായിരുന്നിട്ടും കാര്യമുണ്ടോ? അയാൾക്ക് ഉറങ്ങില്ല. അജ്ഞാനത്തിനെ ജയിക്കുക എന്നും കൂടെ ഗൂഢകേശൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അജ്ഞാനത്തിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജ്ഞാനം സമ്പാദിക്കുക. ജ്ഞാനം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിന്റെ പേര് രാജവിദ്യ രാജഗുഹ്യം. രാജവിദ്യ, വിദ്യകളിൽ ഏറ്റവും ശ്രേഷ്ഠം രാജവിദ്യയാണ്. ആ രാജവിദ്യ എന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിക്കുന്ന ജ്ഞാനം എന്നാണ് പറയുന്നത്. വിദ്യയിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിക്കുന്ന ജ്ഞാനമാണ് ഏറ്റവും വലിയ വിദ്യ. അപ്പൊ അത് ആർക്കേ കിട്ടത്തുള്ളൂ? അത് ഉറക്കത്തിനെ അതിജീവിച്ച ആളിന് മാത്രമേ അറിവ് കിട്ടത്തുള്ളൂ. ഭഗവാനെ സംബന്ധിക്കുന്ന വിഷയം നമുക്ക് ജീവിതത്തിൽ പകർത്തണമെങ്കിൽ നമ്മുടെ ദൈനംദിന ഷെഡ്യൂൾ അനുസരിച്ച് എല്ലാം സെറ്റാണ്. അത് നമുക്കൊരു സമയം പോലും എടുക്കാനില്ല. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് അരമണിക്കൂർ അല്പം ലേറ്റായി ഉറങ്ങുകയും അരമണിക്കൂർ നേരത്തെ എഴുതുകയും ചെയ്ത് മാത്രമേ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റൂ. ശരിയല്ലേ? രാവിലെ ജപം തീർന്നില്ല, അപ്പൊ രാത്രി ഇരുന്ന് ഉറങ്ങും മുമ്പ് ജപിച്ച് തീർക്കുക, അല്ലെ? അപ്പം ഉറക്കത്തിന് മാറ്റി വെച്ചുള്ള ജപമാണ് നടക്കുന്നത്. അപ്പൊ ഇനി നാളെ മുതൽ എന്ത് ചെയ്യണം? രാവിലെ അങ്ങ് ജപിച്ചേക്കാം. അപ്പൊ കുറച്ചുകൂടി 10 മിനിറ്റ് നേരത്തെ അയച്ച് ജപിച്ചേക്കാം. കണ്ട? അപ്പൊ നമ്മള് ഭക്തിയിൽ ഒരു കാല് വയ്ക്കുമ്പോ തന്നെ നമ്മള് ഉറക്കത്തിനെ നമ്മള് ട്യൂൺ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ശ്രമിക്കണം. ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾ കൂടുതൽ ഉറങ്ങോ അതോ പെണ്ണുങ്ങളെക്കാൾ ആണുങ്ങൾ കൂടുതൽ ഉറങ്ങോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആണോ? അങ്ങനെയാണോ? ശരി ശരി, ഓക്കെ. പെണ്ണുങ്ങള് അതാണ് ഒരാളെങ്കിലും സപ്പോർട്ട്. ഞാൻ പേടിച്ചാണ് നിന്നത്. ഇവിടെ ആള് എണ്ണം കൂടുതലാണ്. ആ സത്യം പറഞ്ഞാൽ നിങ്ങൾ അടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് വിഴുങ്ങിയത്. സാർ എന്നെ സപ്പോർട്ടിന് വന്ന്. ഞാൻ മനസ്സിലായത് പ്രകാരം പെണ്ണുങ്ങളാണ് കൂടുതൽ ഉറങ്ങുന്നത്. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിക്കളയും, റെസ്റ്റ് എടുത്തളയും. അതൊക്കെ എന്തുകൊണ്ടോ പെണ്ണുങ്ങൾ ഉറങ്ങിക്കളയും. ആണുങ്ങൾ അങ്ങനെ ഉറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാ അതായത് എന്തുകൊണ്ടെന്ന് വെച്ചാല് പൊതുവെ മെറ്റീരിയലി അറ്റാച്ച്ഡ് ആരെന്ന് ചോദിച്ചാൽ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? മെറ്റീരിയലി അറ്റാച്ച്ഡ്. നിങ്ങളൊരു വെളുത്ത ഒരു സാധനം നിങ്ങൾ മേടിക്കത്തില്ല. നിങ്ങളെല്ലാം കളർഫുൾ ആയിട്ടുള്ള സാധനം മേടിക്കത്തുള്ളൂ. കാരണം എന്ത്? നിങ്ങൾക്ക് അതിനകത്തൊരു ആകർഷണം ഉണ്ടെന്നല്ലേ? അല്ലേ? ശരി. നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വെള്ളയാണ്, അല്ലേ? പെണ്ണുങ്ങൾ ഇടുന്ന ഡ്രസ്സോ എല്ലാം കളർഫുൾ ആണ്. അപ്പൊ അറ്റാച്ച്മെന്റ് അവർക്കുണ്ട്, അല്ലേ? കളറിനോട് അറ്റാച്ച്മെന്റ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ വെളുത്ത ഡ്രസ്സ് എടുക്കുന്ന പുരുഷന് നല്ല കളർഫുൾ ആയിട്ട് ധരിച്ചിരുന്ന പെണ്ണിനെയാണ് ഇഷ്ടം. അത് വേറെ കാര്യം. അപ്പൊ അട്രാക്ഷൻ ആർക്കും ഉണ്ട്, ആണുങ്ങൾക്കും ഉണ്ട്. നമ്മളെല്ലാവരും ഒരുപോലെ അറ്റാച്ച്ഡ് ആണ്, സമ്മതിക്കുന്നത്. അപ്പോ ഇവിടെ ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ഗൂഢകേശനായാൽ മാത്രമേ കൃഷ്ണനെ കിട്ടത്തുള്ളൂ. ഗൂഢകേശനാവാൻ നമ്മൾ തയ്യാറാണ്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. നിദ്രയെ ജയിക്കാൻ തയ്യാറാണോ? കൃഷ്ണനെ കിട്ടും. നിദ്രയെ ജയിക്കാൻ തയ്യാറല്ലേ? കൃഷ്ണനെ കിട്ടില്ല. നാമം ജപിക്കാൻ സമയം കിട്ടില്ല. അപ്പോ ഇന്നത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഭക്തന്മാർക്കിടയിൽ നടന്നിട്ടുണ്ട്. ഗൂഢകേശൻ എന്നുള്ള വാക്കിനെ കുറിച്ച് വലിയ വലിയ ഭക്തന്മാര് വലിയ വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊരു ചർച്ചയ്ക്ക് എടുക്കേണ്ട വിഷയമാണ് കേട്ടോ. ഗൂഢകേശ എന്നുള്ള വാക്കിനർത്ഥം, ഗൂഢ എന്നുള്ളത് ഒരു വാക്ക്. ഗൂഢ എന്നുള്ള വാക്കിനർത്ഥം ഷുഗർ എന്നാണ്. ഷുഗർ, മധുരം എന്നുള്ള അർത്ഥം കൂടെ. ആ കേശ
എന്നുള്ളത് 3 വാക്കും കൂടെ ചേർത്തുള്ള വാക്കാണ്. ആ കെ ശ. ആ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ പ്രതിനിധീകരിക്കും. കെ എന്ന് പറഞ്ഞാൽ കേശവൻ, വിഷ്ണുവിനെ പ്രതിനിധീകരിക്കും. ഗൂഢകേശ എന്നുള്ള വാക്കിനർത്ഥം ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഇവർക്ക് സ്വാദ് 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 എന്ന് പറഞ്ഞാൽ സ്വീറ്റ്നെസ് കൊടുക്കുന്ന ആൾ എന്നാണ് അർത്ഥം. മനസ്സിലായോ? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഇവർക്ക് സ്വാദ് കൊടുക്കുന്ന ആൾ, മധുരം കൊടുക്കുന്ന ആൾ എന്നാണ് ഗൂഢകേശം എന്നുള്ള വാക്കിനർത്ഥം. അതെങ്ങനെ പറ്റും? അതെങ്ങനെ പറ്റും എന്ന് പറഞ്ഞാല് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെ മഹേശ്വരനെയും സന്തോഷിപ്പിക്കാൻ നമ്മൾ ഒരു കാര്യം ചെയ്താൽ നമ്മുടെ തമോ ഗുണത്തിനെ അതിജീവിച്ചാൽ മതി. നമ്മുടെ തമോ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? തമോ എന്ന് പറഞ്ഞാൽ നിദ്ര, ആലസ്യം, അതൊക്കെ ഉള്ളതാണ് തമോ ഗുണം എന്ന് പറയുന്നത്. 3 തരം ഗുണമുണ്ട്. സാത്വിക ഗുണം, രജോ ഗുണം, സത്വ ഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ തമോ ഗുണത്തിന്റെ ആക്ടിവിറ്റീസ് ആണ് ഉറക്കം, അജ്ഞാനം, അലസത, ആലസ്യം. ഓക്കെ, ഈ 4 കാര്യങ്ങളെ ആരാണോ അതിജീവിക്കുന്നത് അവർക്ക് ആരെ സംതൃപ്തിപ്പെടുത്താൻ പറ്റും? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ സംതൃപ്തിപ്പെടുത്താം. പക്ഷെ ആലസ്യം, നിദ്ര, ഈ പറഞ്ഞ അജ്ഞാനം ഇവ അതിജീവിക്കണമെങ്കിൽ ഈ ലോകത്ത് ഒരേ ഒരു കാര്യം ചെയ്താലേ ഇത് പെർമനന്റ് ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നേലിനെ പിടിച്ച് തിരിക്കും പോലെ. നേലിനെ പിടിച്ച് തിരിച്ചാൽ മാറോ? ഒറിജിനൽ ആള് മാറാതെ നേല് മാറോ? ഇല്ല. അപ്പൊ ഈ അജ്ഞാനം, തമോ ഗുണത്തിനെ നിന്നും നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു ലൈനാണ്. എന്താന്ന് വെച്ചാല് ഈ പർപ്പട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് കൃഷ്ണന്റെ നാമം, രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെ പറ്റി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അജ്ഞാനത്തിനെ എന്നേക്കുമായി ദൂരീകരിക്കാൻ കഴിയൂ. ആലസിൽ നിന്ന് ഉണർന്നയിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നിദ്രയിൽ നിന്ന് ഉണർന്നയിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഈ കാര്യങ്ങൾ പെർമനന്റ് ആയിട്ട് ചെയ്യാൻ ആർക്കേ പറ്റൂ? കൃഷ്ണ കഥ കേൾക്കുകയും കൃഷ്ണ ലീലകളെ കുറിച്ച് സ്മരിക്കുകയും കൃഷ്ണന്റെ ഗുണങ്ങളും രൂപങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ബോധത്തിൽ അദ്ദേഹത്തിന് കൊണ്ടുവരികയും ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ എന്നേക്കുമായി എന്തിനെ അകറ്റി നിർത്താൻ പറ്റൂ? അജ്ഞാനത്തിനെ അകറ്റി നിർത്താൻ പറ്റൂ. എന്നേക്കുമായി അയാൾക്ക് മാത്രമേ തമോ ഗുണത്തിനെ അകറ്റി നിർത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്ന് വെച്ചാൽ അർത്ഥം ഒരു കൃഷ്ണഭക്തന് മാത്രമേ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനെ പ്രീതിപ്പെടുത്താൻ പറ്റൂ എന്നാണ്. മനസ്സിലായോ? ഒരു കൃഷ്ണഭക്തന് മാത്രമേ ബ്രഹ്മാവിനെ, വിഷ്ണുവിനെയും മഹേശ്വരനെയും ഒരുപോലെ പ്രീതിപ്പെടുത്താൻ പറ്റും. അപ്പൊ ഗൂഢകേശൻ എന്നുള്ള വാക്കിനർത്ഥം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർക്ക് സ്വാദ് നൽകുന്നയാൾ, മധുരം നൽകുന്നയാൾ. അതിവിടെ ആരാണ്? അർജുനൻ. അർജുനൻ കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ആരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞു? ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞു. ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട്, കൃഷ്ണ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞു. ആ ഒരു കൃഷ്ണലീലയിൽ കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ മഹേശ്വരനെയും ശിവൻ, പരമശിവനെയും പ്രീതിപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? അപ്പൊ കൃഷ്ണ ഭക്തിയിൽ ഏർപ്പെട്ട് കൃഷ്ണ സേവനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ എന്ത് കിട്ടും? പ്രീതി കിട്ടിക്കോളും എന്ന് ആര് പറയും? ആര് പറയും? വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ പറയും. ഓക്കെ, അത് വലിയൊരു അറിവാണ്. ഇത് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറഞ്ഞ നല്ലൊരു മനോഹരമായ അറിവാണ്. ഇനി അടുത്തത് ഗൂഢകേശ എന്നുള്ള വാക്കിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിദ്രയെ ജയിച്ചവനെ എന്നും കൂടെ അർത്ഥമുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്. ഗൂഢകേശ എന്നുള്ള വാക്കിനർത്ഥം ഇതിൽ പറയുന്നത് ഗൂഢകേശ റിഫേഴ്സ് ടു ഹി ഹൂ ബൈ bringing Krishna under his control and give Vishnu, Brahma and Shiva the opportunity to experience Krishna's sweetness. കൃഷ്ണനെ പിടിച്ച് ആർക്ക് കൊടുക്കുന്നു? മഹേശ്വരന് കൊടുക്കുന്നു. അതാണ് ഗൂഢകേശം. അതെങ്ങനെയാണ് പിടിച്ചു കൊടുക്കുന്നത്? പറഞ്ഞുതരാം. എങ്ങനെ വെച്ചാല് നിദ്ര, ആലസ്യം ഇതെല്ലാം മായയാണ് ആണല്ലോ. അപ്പോ നിദ്രയെ ജയിച്ചവനെ ആര് ജയിച്ചിട്ടുണ്ട്? നിദ്ര, ആലസ്യത്തിനെ ജയിച്ചിട്ടുണ്ട്. മായാദേവിയെ ജയിച്ചിട്ടുണ്ട്. മായാദേവി ആരുടെ അണ്ടറിലാണ്? കൃഷ്ണന്റെ അണ്ടറിലാണ്. മായയെ ജയിച്ചവന് മാത്രമേ കൃഷ്ണനെ കിട്ടത്തുള്ളൂ. അങ്ങനെ കൃഷ്ണനെ കിട്ടിയ ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? കൃഷ്ണനെ കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഗൂഢകേശനായ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർക്ക് കൊടുക്കുന്നു എന്നും കൂടെ ഇതിന് അർത്ഥം.
നമ്മൾ ഗൂഢകേശനായാൽ കൃഷ്ണനെ നമുക്ക് കിട്ടും. നമുക്ക് കൃഷ്ണനെ കിട്ടിയാൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായ കഥ. ഇനി മറ്റൊരു കഥ പറയുകയാണെങ്കിൽ ചോദ്യം ഇതാണ്, വിഷ്ണുവും കൃഷ്ണനും രണ്ടാണ്. ഐശ്വര്യ ഇവിടെ ശ്രദ്ധിച്ചു. ശ്രീമദ് ഭാഗവതം 10ാമത്തെ കേന്ദ്രം 89ാം അധ്യായം 58ാം ശ്ലോകം. എത്ര? ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഇതിൽ എഴുതി വെച്ചു. ഈ ശ്ലോകത്തിന്റെ സൈഡിൽ എഴുതിയിടുക. 10:89:58. 10:89:58. 58. 10:59:88. സോറി 10:89:58. 8. ഇത് ഭാഗവതമാണ്. അതായത് ഞാൻ വായിക്കാം കേട്ടോ. അതില് ശ്രീമദ് ഭാഗവതം 10:89:58 എന്നുള്ള ഒരു ശ്ലോകം കൃഷ്ണനും വിഷ്ണുവിനും 2 വ്യക്തിത്വം ഉണ്ടെന്ന് പ്രതിപാദിക്കും. ഓക്കെ, ആ അധ്യായത്തിന്റെ പേര് ബ്രാഹ്മണപുത്രന്മാരെ വീണ്ടെടുക്കും. ഒരു കഥയുണ്ട്. അർജുനൻ ഒരു ബ്രാഹ്മണന്റെ പുത്രന്മാര് ജനിച്ച ഉടൻ തന്നെ മരിക്കുന്നു. ആ കഥ അറിയാമോ? അർജുനൻ നോക്കിയപ്പോ ഒരു ബ്രാഹ്മണനും ബ്രാഹ്മണത്തെയും കൂടെ വളരെ വിഷമിച്ച് കരയും ഒരു സിറ്റുവേഷൻ. എന്തെന്ന് അന്വേഷിച്ചപ്പോ പറയാണ്, ഞങ്ങൾ 6 മക്കളെ പെറ്റു, പക്ഷെ 6 മക്കളും ജനിച്ച ഉടൻ തന്നെ മരണപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഈ കുട്ടിയും ജനിച്ച ഉടൻ തന്നെ മരിക്കുമല്ലോ എന്ന് ഭയന്നാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണോ? ഈ പ്രാവശ്യം നീ എന്തായാലും ഞാനത് പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പറയാം. അദ്ദേഹം അതിന് കാവലും യമരാജനോ ആരെങ്കിലും വരികയാണെങ്കിൽ കാവലും എന്നാ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിയെയും ജനിച്ചോണ്ട് തന്നെ മാറ്റി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ് അർജുനൻ പറഞ്ഞു. അപ്പൊ ഉടനെ നോക്കിയപ്പോ എങ്ങനെ നോക്കിയിട്ട് ഒരു ഐഡിയ ഇല്ല. അടുത്ത കുട്ടിയും കാണാനില്ല, മരണപ്പെട്ടു. അപ്പോ ഇദ്ദേഹം ചിത കൂട്ടി മരിക്കാനുള്ള തയ്യാറെടുപ്പാണ് അർജുനൻ എടുക്കുന്നത്, ആത്മഹത്യക്കുള്ള തയ്യാറെടുപ്പ്. കേൾക്കുന്നുണ്ടോ? അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അർജുനൻ മരണപ്പെടാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ പോകും. അപ്പൊ അത് എന്താണ് കാരണം എന്ന് വെച്ചോ. അപ്പൊ പറയും ഇതേപോലെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇദ്ദേഹത്തിന്റെ കുട്ടികൾ ജനിച്ച ഉടൻ തന്നെ കാണാതെ പോകും, ആളെ വളർത്താൻ കിട്ടുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോ ഞാനിത് അറിയാതെ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരു വാക്ക് കൊടുത്തിരുന്നു, ഞാൻ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കും, എന്നെ കൊണ്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്നും കൂടെ പറഞ്ഞു. ഇത് കേട്ടപ്പോ ആർക്ക് സങ്കടം വന്നു? ഭഗവാൻ ശ്രീകൃഷ്ണൻ. കാരണം കൃഷ്ണന്റെ ഭക്തനാണ് അർജുനൻ. അപ്പൊ അർജുനന്റെ സംരക്ഷണം ഭഗവാന്റെ കാര്യം. ശരി, വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഈ ലോകം മുഴുവനാളെ യമരാജന്റെ അടുത്ത് പോകും. അവിടെ ഈ മക്കളോട് ആരുടെ അടുത്തുകൊണ്ട് പോയി നോക്കണ്ടേ? ഇവിടെ ഭൂമി കംപ്ലീറ്റ് അന്വേഷിച്ചപ്പോൾ ഭൂമിയിൽ ഒരിടത്തും ഇല്ല. അപ്പം അടുത്ത സ്വർഗ്ഗലോകം അങ്ങനെയൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ യമരാജന്റെ അടുത്ത് പോയി അവിടെയും ഇല്ല. ഈ 14 ലോകത്തിലും അന്വേഷിക്കാൻ പോയി അവിടെയും ഇല്ല. പാതാളത്തിൽ പോയി അവിടെയും ഇല്ല. അപ്പൊ പിന്നെ എവിടെ പോയി നീ അവിടെ പോയി അന്വേഷിക്കണം. മനസ്സിലായ? അപ്പൊ അങ്ങനെ അന്വേഷിച്ച് അവരെവിടെ എത്തി? വൈകുണ്ഠത്തിൽ ആരുണ്ട്? മഹാവിഷ്ണു. അപ്പൊ മഹാവിഷ്ണു ഈ 2 പേരെയും ഒരുമിച്ച് കണ്ടു. സെർച്ചിങ് പോയത് 2 പേരും ഒരുമിച്ചായി കേട്ടോ. അപ്പൊ അവിടെ മഹാവിഷ്ണു പറയുകയാണ്, ഈ ശ്ലോകത്തിൽ പറയാണ്, 10:89:61 പറയുകയാണ്, 58 പറയുകയാണ്. ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു, സംരക്ഷണത്തിനായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നവരും എന്റെ അംശങ്ങളുമായ നിങ്ങൾ ഇരുവരെയും കാണാനാണ് ബ്രാഹ്മണപുത്രന്മാരെ ഞാനിവിടെ കൊണ്ടുവന്നത്. ഭൂമിക്ക് ഭാരമായ അസുരന്മാരെ വധിച്ചു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ ഇവിടെ എന്റെ അടുത്ത് വരണം. നിങ്ങൾ ഇരുവരെയും കാണാനാണ് എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? മഹാവിഷ്ണു തന്നെ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോ കൃഷ്ണ അർജുനന്മാരെന്ന് പറയുമ്പോൾ നരനാരായണ ഋഷിയുടെ അവതാരങ്ങളാണ്, നരനും നാരായണൻ. അപ്പോ ഈ 2 വ്യക്തിത്വങ്ങളെയും കാണാൻ ആര് പോലും ആഗ്രഹിച്ചു പോയി? മഹാവിഷ്ണു പോലും ആഗ്രഹിച്ചു. മനസ്സിലായി? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തന്മാരെന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. വിഷ്ണു പോലും അങ്ങനെയുള്ളവരെ അങ്ങോട്ട് ആരാധിക്കുകയാണ്. വിഷ്ണു ആരാധനയാണ് ഏറ്റവും ശ്രേഷ്ഠം. ആ വിഷ്ണു പോലും
കൃഷ്ണഭക്തന്മാരെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. വിഷ്ണുവിനേക്കാൾ ഒരുപടി മുകളിലാണ് കൃഷ്ണന്റെ സ്ഥാനം എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതോ അപ്പോ അതാണ് ഈ ശ്രീമദ് ഭാഗവതം 10:89, 58 ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അടുത്തത് ഗൂഢക. ഗൂഢക എന്ന് പറഞ്ഞാൽ ഇഗ്നറൻസ്. ഈശ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ഇഗ്നറൻസിന്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് അല്ലെങ്കിൽ അജ്ഞാനത്തിന്റെ മുകളിലുള്ള ഈശ്വരനാണ് ഗൂഢകേശൻ എന്നും കൂടെ മറ്റൊരർത്ഥം ഉണ്ട്. ഓഫ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഗൂഢകേശൻ എന്നുള്ള വാക്കിന്റെ മനോഹരമായ അർത്ഥം. ഇനി നമുക്ക് ചർച്ച ചെയ്യപ്പെടാനുള്ളത്, ഭഗവാൻ അർജുനനോട് പറയുകയാണ്. അടുത്ത ശ്ലോകത്തില് അർജുനൻ പറഞ്ഞതുപോലെ 2 സൈന്യങ്ങളുടെയും നടുക്ക് ആരെ കൊണ്ട് നിർത്തി? ഈ 2 സൈന്യങ്ങളുടെ നടുക്ക് പേര് കൊണ്ട് നിർത്തി. അപ്പൊ ഋഷികേശ എന്നുള്ള വാക്കാണ് ഭഗവാന്റെ പേരായിട്ട് ഉപയോഗിച്ചത്. എന്തുകൊണ്ട് ഋഷികേശൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു? ഇപ്പോ ഇവിടെ അർജുനന്റെ മനസ്സിൽ ഉണ്ടാവുന്ന പിക്ചർ മുൻകൂട്ടി ആര് കണ്ടിരിക്കുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണൻ കണ്ടിരിക്കുന്നു എന്നതാണ് ഋഷികേശൻ എന്നുള്ള വാക്കുകൊണ്ട് കൃഷ്ണനെ അഭിസംബോധന ചെയ്തതിന്റെ ഉദ്ദേശം. ഈ 2 സൈന്യത്തിന്റെ നടുക്ക് തേർകൊണ്ട് നിർത്തൂ എന്ന് പറയുമ്പോ അർജുനന്റെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ട്. എന്താണ്? ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരെ ഞാനൊന്ന് കാണട്ടെ. അവിടെ ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ട് ആരൊക്കെയാണുള്ളത്? സ്വന്തം ഗുരുനാഥനായ ദ്രോണാചാര്യർ, സ്വന്തം മുത്തച്ഛനായ ഭീഷ്മ പിതാമഹൻ, പിന്നെ ആരാ? സ്വന്തം സഹോദരങ്ങളായ കൗരവന്മാര്, കർണടക്കമുള്ള സ്വന്തം സഹോദരന്മാര് എല്ലാം ഓപ്പോസിറ്റ് പാർട്ടിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇത് അടുത്ത് പോയി കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? വിഷമിക്കും, ടെൻഷൻ അടിക്കും. അപ്പൊ എന്ത് പറയും? ഞാൻ ഈ യുദ്ധത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ തുടങ്ങും, അല്ലേ? പിന്മാറാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആര് പിന്മാറാൻ പോണു എന്ന് ആര് മനസ്സിലാക്കി? ശ്രീകൃഷ്ണൻ മനസ്സിലാക്കി. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുകയാണ്, അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ? അതെ, അതായത് ഞാൻ ആരുടെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആരെന്ന് ചോദിച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ് അർജുൻ. അങ്ങനെയുള്ള അദ്ദേഹം തന്നെ നേരിട്ട് ഇദ്ദേഹത്തിന്റെ തേരാളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള അത് ഭഗവാൻ സ്വയം കൃഷ്ണനാണ്. അപ്പൊ അങ്ങനെ ഒരു ഗുണം ആർക്കുണ്ട്? അർജുനനുണ്ട്. എന്നിട്ട് കൂടി 2 രഥത്തിന്റെ നടുക്കൊണ്ട് നിർത്തുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളില് എന്ത് ടെൻഷൻ അടിക്കാൻ തുടങ്ങി? സ്വന്തക്കാരിലെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ യുദ്ധത്തിന് ഇനി അങ്ങോട്ട് പോകുമ്പോൾ 4-5 ശ്ലോകം കഴിയുമ്പോൾ അദ്ദേഹം യുദ്ധത്തിന് പിന്മാറാൻ പോകുന്നു എന്നുള്ളത് പിന്മാറുന്നതിന് മുമ്പ് തന്നെ ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? കൃഷ്ണൻ. അപ്പൊ ഋഷികേശൻ എന്നുള്ള വാക്കിനർത്ഥം ഇന്ദ്രിയങ്ങളുടെ നാഥനും. ആരുടെ ഇന്ദ്രിയങ്ങളുടെ നാഥൻ? എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളുടെ നാഥൻ. ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള മനസ്സാകുന്ന ഇന്ദ്രിയത്തിന്റെ ചിന്താഗതിയെ കുറിച്ചുള്ള അറിവ് ആർക്കുണ്ട്? നമുക്ക്. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഇന്ദ്രിയങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ള അറിവ് നമുക്കുണ്ട്. ഉണ്ടായില്ലേ? ഉണ്ട്. എന്നാൽ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യമോ അദ്ദേഹത്തിന് മനസ്സിലോട്ടുന്ന ചിന്താഗതിയോ നമുക്കറിയാമോ? പക്ഷെ അത് ആർക്കറിയാൻ പറ്റും? അതാണ് അതിന്റെ വ്യത്യാസം. ഒരേ സമയത്ത് കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ കുറിച്ചും കൃഷ്ണന് ബോധമുണ്ട്. എന്നാൽ മറ്റുള്ള സമസ്ത ജീവജാലങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ നടക്കുന്ന ചിന്താഗതികളെ കുറിച്ചും ആവശ്യങ്ങളെ കുറിച്ചും ആർക്ക് ബോധമുണ്ട്? അതാണ് അദ്ദേഹത്തിന്റെ പേര് ഋഷികേശൻ. ഋഷി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, കേശൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ, ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഋഷികേശൻ. അപ്പോ ഈ 2 സൈന്യങ്ങളുടെ നടുക്ക് കൊണ്ട് വണ്ടി നിർത്തൂ എന്ന് പറയുമ്പോ തന്നെ അതിന്റെ ഇന്റൻഷൻ ആർക്ക്? അർജുനന്റെ ഇന്റൻഷൻ 2 സ്ഥലത്തുള്ള ആൾക്കാരെയും കണ്ട് ടെൻഷൻ അടിച്ച് ഇതിന്ന് പിന്മാറാനാണ് ഈ 2 സൈന്യത്തിന്റെ നടുക്ക് എന്നെ കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന്, ആ ഉദ്ദേശം എന്തെന്ന് ആര് നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു? അതാ. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനോട് നമ്മൾ അത് വേണം ഇത് വേണം എന്നൊന്നും പറയാതെ തന്നെ നമ്മുടെ മനസ്സ് വായിച്ചെടുക്കാനുള്ള കഴിവ് ആർക്കുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഭഗവാൻ എന്ന് കാണിക്കാനാണ് ഇവിടെ ഭഗവാന്റെ പേര് ഋഷികേശൻ എന്നുള്ള വാക്ക് ഇവിടെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഭഗവാനോട് നമുക്ക് ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് പറയാതെ തന്നെ അതാ 2 സേനകളിൽ നടുക്ക് കൊണ്ട് തേര് നിർത്തുമെന്ന് പറയുമ്പോൾ അവിടെ നിർത്തിയിട്ട് നീ എന്തൊക്കെയാണ് അദ്ദേഹം സംസാരിക്കാൻ പോണത് എന്നുള്ളത് മുൻകൂട്ടി കണ്ട കൃഷ്ണൻ ശരി അങ്ങനെയാണോ എന്ന് പറഞ്ഞ് പരിഹാസ രൂപത്തിൽ ശരി എങ്കിൽ ഞാൻ കൊണ്ട് നിർത്താം, നീ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് നീ എന്ത് യുദ്ധം ചെയ്യാനാ പോണത്? യുദ്ധത്തിന് പിന്മാറാനല്ലേ നീ എന്നെ അങ്ങനെ ചെയ്യാൻ പോണത് എന്നുള്ള പരിഹാസം രൂപത്തിലാണ് ഭഗവാൻ അത് എടുത്തത്. എന്നിട്ട് അത് അനുസരിക്കുകയും ചെയ്തു. ഭഗവാൻ അവിടെ കൊണ്ട് നിർത്തുകയും ചെയ്തു. ഇനി എന്ത് പറയാൻ പോകണം എന്നുള്ളത് ഭഗവാന് ഇദ്ദേഹം പറയാതെ തന്നെ അറിയുകയും ചെയ്യാം എന്ന് കാണിക്കാനാണ് ഋഷികേശൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ ഭഗവാന്റെ കൂടെ നമ്മൾ പറഞ്ഞാലേ ഭഗവാൻ നമ്മളെ കുറിച്ച് അറിയാവൂ എന്നുള്ളതുണ്ടോ? ഇല്ല. ഇതാണ് ഇതൊന്ന് മനസ്സിലാക്കി.
ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ നാഥനായതുകൊണ്ട് നമ്മൾ പറയാതെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ഭഗവാൻ അറിയും. അതാ ഇത്ര സമയമായി. ഓക്കെ. അപ്പൊ ഇന്നത്തെ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അടുത്ത ശ്ലോകത്തിൽ നമ്മൾ എന്താണ് ഭഗവാൻ അവിടെ തേരിന്റെ നടുക്ക് കൊണ്ട് ഒരു ഇരുസേനകൾ നടുക്ക് തേര് കൊണ്ട് നിർത്തിയതിനു ശേഷം അവിടെ ആരെല്ലാം കണ്ടു എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ശ്ലോകത്തില് ഗൂഢകേശൻ ആയാൽ മാത്രമേ കൃഷ്ണനെ കിട്ടത്തുള്ളൂ. കൃഷ്ണൻ ഋഷികേശനാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പിക്ചർ നമ്മൾ പറയാതെ തന്നെ ഭഗവാൻ അറിയാം. ഈ രണ്ട് തത്വങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ശ്ലോകം. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗൂഢകേശനാവാം. ഇന്ദ്രിയങ്ങളെ നിദ്രയെ ജയിക്കണം. അങ്ങനെ നിദ്രയെ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന് എളുപ്പ വഴി എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം, രൂപം, ഗുണം ഇവയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിദ്രയെ ജയിക്കാൻ, ആലസ്യത്തിനെ ജയിക്കാൻ, തമോ ഗുണത്തിനെ ജയിക്കാൻ കഴിയുന്നത്. അങ്ങനെ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പ്രീതിപ്പെടുത്താൻ പറ്റും. മനസ്സിലായ? ഇതാണ് പോയിന്റ്. പിന്നെ അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ നിദ്രയെ നമ്മൾ ജയിച്ചപ്പോൾ മായാദേവി അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിലേക്ക് വളരെ പ്രീതിപ്പെടും. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ദ്രിയങ്ങളെ ജയിച്ച വ്യക്തിയായതുകൊണ്ട്, അതായത് അജ്ഞാനത്തിന് ജയിച്ച വ്യക്തിയായതുകൊണ്ട്, മായയെ ജയിച്ച വ്യക്തിയായതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് ഭഗവാൻ ഒരു പ്രത്യേക മമതയും പ്രീതിയും ഭഗവാൻ ഇങ്ങോട്ട് കാണും. അങ്ങനെ നമുക്ക് കൃഷ്ണനെ കിട്ടുമ്പോൾ നമുക്ക് അതിന് ആ കൃഷ്ണന് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും കൊടുക്കാൻ പറ്റും. അപ്പൊ അവര് പോലും നമ്മളെ കാണാൻ ആഗ്രഹിക്കും എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവത്തില് ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകത്തില് വിഷ്ണു പോലും അർജുനനെയും കൃഷ്ണനെയും ഒരുമിച്ച് കാണാൻ ആഗ്രഹിച്ചു. അപ്പൊ കൃഷ്ണന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഭക്തന് വിഷ്ണുവിന്റെ പ്രീതി ഉറപ്പായിട്ട് കിട്ടും എന്നാണ് അതിന് മനസ്സിലാക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഭഗവാനെ പ്രതിപ്പെടുത്താൻ ഏറ്റവും എളുപ്പ വഴി എന്താണ്? ഭഗവാന്റെ നാമം, ഗുണം, രൂപം, ലീല ഇവയെ കുറിച്ച് ചർച്ച ചെയ്യണം. അപ്പൊ അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാക്ക് കൊണ്ട് തുടങ്ങണം. എങ്ങനെയാണ് ഭഗവാനെ പ്രതിപ്പെടുത്താൻ നാക്ക് കൊണ്ടുള്ള സേവനം തുടങ്ങുന്നത്? സേവൻ മുഹോഹി ജിഹ്വ സ്വയമേവ സ്ഫുരത്തി. ഭഗവാനെ കുറിച്ചുള്ള കൂടുതൽ ജ്ഞാനം സേവനം ജിഹ്വ കൊണ്ട്, നാക്ക് കൊണ്ട് തുടങ്ങുമ്പോൾ സ്വയമേ നിങ്ങൾക്ക് എല്ലാ അറിവും ഭഗവാനെ കുറിച്ച് മനസ്സിലാവുന്നതാണ് ശാസ്ത്രം പറയുന്നത്. എങ്ങനെയാണ് നാക്കുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഒന്ന്, ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള നാമജപം മാല വെച്ച് ജപിച്ച് നാക്കിനെ കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പൊ അത് ഒരു വഴിയെങ്കിൽ മറ്റൊരു വഴി അതേ നാക്ക് കൊണ്ട് ഭഗവാന് നിവേദിച്ച പ്രസാദം കഴിച്ചാൽ. ഭഗവാൻ നിവേദിച്ച തലവേദന വന്നാൽ നമ്മൾ ഗുളിക കഴിക്കാറില്ലേ? അപ്പൊ തലവേദന മാറൂലേ? എന്നതുപോലെ നമ്മുടെ ബോധമണ്ഡലത്തെ മാറ്റാൻ പ്രസാദത്തിന് കഴിയും. അതിന് നമ്മൾ ഭഗവാനെ വെജിറ്റേറിയൻ ഫുഡ് ഭഗവാന്റെ പാദത്തിൽ വെച്ച് തുളസി ഇലയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് നമസ്കരിച്ച് ആ പ്രസാദം എടുത്ത് കഴിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നാക്കുകൊണ്ട് രണ്ട് രീതിയിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താം. ഒന്ന്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് വഴി ഭഗവാന്റെ നാക്കുകൊണ്ട് പ്രീതിപ്പെടുത്താം. രണ്ട്, ഭഗവാന് തുളസിയിട്ട് നിവേദിച്ച പ്രസാദം, വെജിറ്റേറിയൻ പ്രസാദം ഭഗവാൻ നിവേദിച്ച് ആ പ്രസാദം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നാക്കുകൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താം. അങ്ങനെ സേവനം നാക്കുകൊണ്ട് തുടങ്ങുമ്പോൾ സ്വയമേവ സ്ഫുരത്യതി, ബോധമണ്ഡലത്തിൽ കൃഷ്ണനെ കുറിച്ചുള്ള എല്ലാ അറിവുകളും വന്നു ചേർന്നു. സേവോന്മുഹോഹി സേവനം, സേവോന്മുഹോഹി ജിഹ്വ സ്വയമേവ സ്ഫുരത്യതി. സേവനം നാക്കുകൊണ്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ സ്വയമേ സ്ഫുരത്യതി, സ്മരണയിൽ കൃഷ്ണനെ വന്നു ചേർന്നു എന്നാണ്. അപ്പൊ നിങ്ങൾ നാമം ജപിക്കൂലേ? ജപിക്കുന്നവരാണോ ഇതെല്ലാവരും? ആ. ഭഗവാന് തുളസിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നിവേദിച്ച് ഡെയിലി കുടിച്ചൂടെ? അങ്ങനെ കുടിക്കുന്നവരാണോ നിങ്ങൾ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഡെയിലി ഭഗവാന് നിവേദിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കണം. ഭാവിയിൽ വെജിറ്റേറിയൻ ആഹാരം ഉള്ള പാത്രങ്ങളിൽ ചാണകം വെച്ച് മൊഴി നല്ല രീതിയിൽ ശുദ്ധിപ്പെടുത്തി എടുത്തിട്ട് അതേ പാത്രത്തിൽ ഭഗവാന് നല്ല ശുദ്ധിയോടുകൂടി വെജിറ്റേറിയൻ കുളിച്ച് റെഡിയായി ഭഗവാന് പ്രസാദം ഉണ്ടാക്കി ഭഗവാൻ ഉപ്പ് നോക്കാതെ ഭഗവാന്റെ ഫ്രണ്ടിൽ കൊണ്ട് വച്ച് തുളസിയിട്ട് ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് നമസ്കരിച്ച് കൈകൊട്ടി അത് എടുത്ത് എല്ലാത്തിനും മിക്സ് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് സ്വന്തമായിട്ട് കഴിച്ച് ഇങ്ങനെ നമുക്ക് ഒരു പ്രാക്ടീസ് നമ്മുടെ ലൈഫിൽ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയ പരിവർത്തനം ഭഗവാൻ. ഓക്കെ, ഹരേ കൃഷ്ണ. അതാ
വേറെ ഒന്നുമില്ല. സ്വയമേ അതാ ചൈതന്യ ചരിതാമൃതത്തില് പറയുന്നു. ചാപ്റ്ററിൽ ആദിലീല ഫസ്റ്റ് ചാപ്റ്റർ 113 മുതൽ ഉള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തുളസിയില ഇട്ട് നിവേദിക്കുന്നവർക്ക് ഭഗവാൻ തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ലാതെ, തിരിച്ചു കൊടുത്താൽ ഇതൊന്നും ഇതിന് ഈക്വൽ ആവൂല എന്നുള്ളത് കൊണ്ട് സ്വയം അദ്ദേഹത്തിന് തന്നെ കൊടുത്തു കളയുന്നതാണ് പറയുന്നുണ്ട്. ആ ഉം ഉം അല്ല, അത് നിങ്ങള് അതിനെ വീട്ടിൽ തുളസി മഹാറാണിയെ ആദ്യം വളർത്താൻ ശ്രമിക്കുക. ഭഗവാനെ തുളസി മഹാറാണിയെ 3 പ്രാവശ്യം ചുറ്റുക, ഒരു തുള്ളി വെള്ളമെങ്കിലും ഡെയിലി ഒഴിക്കുക, എന്നും നമസ്കരിക്കുക, തുളസി തരത്തിലുള്ള മണ്ണെടുത്ത് തലയിൽ ഇങ്ങനെ തേക്കുക. ഇതൊക്കെ ചെയ്ത ഒരുപാട് ഐശ്വര്യങ്ങൾ വീട്ടിൽ വന്നു ചേരുന്നത് ചെയ്യാൻ ദയവായി ശ്രമിക്കണം. കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും എളുപ്പം തുളസി പരിചരണം. വീട്ടിൽ നിർബന്ധമായിട്ട് തുളസി ചെടി ഉണ്ടാക്കണം കേട്ടോ. അതാ തുളസി മഹാത്മ്യനെ കുറിച്ച് മാത്രം ഇനി ഒരു ക്ലാസ്സിൽ നമുക്ക് ഇവിടെ എടുക്കാം കേട്ടോ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ്സിൽ വരിക. എല്ലാ സൂം ക്ലാസ് ഉണ്ടല്ലോ എല്ലാ ദിവസവും രാത്രി 8 മുതൽ 9 വരെ. നിങ്ങൾ ആരും വരാറില്ലല്ലോ രാവിലെ? രാവിലെ എല്ലാ ദിവസവും ഉണ്ട്. വന്നൂടെ സാറിനൊക്കെ വന്നൂടെ? ഡെയിലി 8 മണിക്ക് സൂമില് മൊബൈൽ വെയിറ്റ്. എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴിച്ച് രാവിലെ 8 മണി മുതൽ 9 മണി വരെ ശ്രീമദ് ഭാഗവതം ക്ലാസ് അവൈലബിൾ ആണ്. അതേ ലിങ്കിൽ തന്നെ എല്ലാ ദിവസവും ഞായറാഴ്ച വൈകുന്നേരം ചൈതന്യ ചരിതാമൃതം എന്നുള്ള ഒരു മനോഹരമായ ക്ലാസ് വൈകുന്നേരം 5 മുതൽ 6 മണി വരെ എല്ലാ ദിവസവും ഞായറാഴ്ച വെച്ച് അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇന്ന് ഇടാം. അതേ ലിങ്ക് ആയിരിക്കും എല്ലാ ദിവസവും. ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം 5 മുതൽ 6 മണി വരെയും രാവിലെ 8 മുതൽ 9 മണി അവൈലബിൾ ആണ് കേട്ടോ. ഐശ്വര്യയും കൂടെ ആ ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്തത്, ഗീതാ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ. അപ്പൊ അവളെ എല്ലാ ദിവസവും അതിന്റെ ലിങ്ക് അതിൽ അയച്ചു. ഒന്ന് ആരാണ് അതിന്റെ അഡ്മിൻ? ഒന്ന് ഇവരുടെ അതുകൊണ്ടിട്ട് അത് എല്ലാ ദിവസവും ഒന്ന് ആഡ് ചെയ്താൽ. അപ്പൊ എല്ലാ ദിവസവും അതിനകത്ത് ലിങ്ക് ചെയ്തും നിങ്ങൾക്ക് കേൾക്കാം. കാരണം നമുക്ക് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ഭാഗവതം 18,000 ശ്ലോകമുണ്ട്, തീർക്കണ്ടേ? എന്നും 1 മണിക്കൂർ നമുക്ക് ഭാഗവതം ക്ലാസ്സിൽ ഇരിക്കാൻ ശ്രമിക്കും. ഓക്കെ, എല്ലാവരും അതിനകത്ത് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. ഞങ്ങള് എല്ലാ ജോലിയൊക്കെ ചെയ്യുന്ന കുടുംബസ്ഥനാണ്, എന്നാലും നമ്മൾ ഇതിനകത്ത് മാക്സിമം കയറാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്കും കയറാൻ പറ്റും, ശ്രമിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ബോധിക്കിതാക്കി ജയ്. ശ്രീല പ്രഭുപാദ്, ഗുരുദേവ്, ഗൗരവ പ്രമാണിക്കുക.